2950 എടുത്തോണ്ട് അവിടെ ഇങ്ങനെ ഗ്ലാസും കൂടി പൊട്ടിച്ചതിന് ശേഷം കേട്ടോ സാബു അവിടെ വിട്ട് നമ്മളൊരു നോമ്പ് തുറക്ക് പോയിട്ട് 6:30 മുതൽ 9:54 വരെ എന്ത് കഴിച്ചു നോക്കാം. ഇത്തവണ നമ്മൾ നോമ്പ് തുറക്കാൻ പോയത് കൊച്ചി മാരിയറ്റിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഈന്തപ്പഴവും വണ്ടിപ്പരിപ്പും അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു നിരന്നിരിക്കുന്നു കേട്ടോ. പക്ഷെ നമ്മൾ നേരെ പോയത് സ്നാക്സ് കൗണ്ടറിലേക്കാണ് കേട്ടോ. അവിടെ കല്ലുമ്മക്കായും ഉന്നക്കായും 2 ടൈപ്പ് സമൂസ അങ്ങനെ വ്യത്യസ്തമായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടായിട്ടോ. മെയിൻ കോഴ്സിലേക്ക് നോക്കിയപ്പോൾ അവിടെ നെയ്ച്ചോറും ഫിഷ് ബിരിയാണിയും ബീഫ് ബിരിയാണിയും കറികളായിട്ട് മട്ടൻ കറിയും ബീഫ് കറിയും അതുപോലെ ചിക്കൻ കറിയും പിന്നെ നല്ല ചെമ്മീൻ കറിയും ഒക്കെ ഉണ്ടായിട്ടോ. അതെല്ലാം കണ്ട് കഴിഞ്ഞ് മുന്നോട്ട് കിടന്നപ്പോഴാണ് സീ ഫുഡ് കൗണ്ടറാണ്. അപ്പൊ ബാങ്ക് വിളിക്കുന്ന കഴിയുമ്പോൾ സീ ഫുഡിന് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അലീസയും അലീമും അതുപോലെ സൂപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പോരാത്തതിന് അവിടെ ഷവർമയും കിടന്ന് കറങ്ങണ്ടായിട്ടോ. അപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയമായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്നാക്സ് അതൊരു 4 വെച്ച് എടുത്തു കേട്ടോ. ബാങ്ക് വിളിച്ചെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിട്ടോ. അപ്പൊ സ്നാക്സ് കഴിച്ച് തീരുന്നേക്കാൾ മുമ്പ് നമ്മൾ സീ ഫുഡ് ഓർഡർ കൊടുത്തുകൊണ്ട് നല്ല ചൂടനായിട്ട് വന്നിട്ടാ. അത് നമ്മൾ ചൂടാറാതിരിക്കാൻ വേണ്ടി അപ്പം തന്നെ കഴിച്ചിട്ടാ. എന്നിട്ട് നേരെ പോയി പ്ലേറ്റ് എടുത്ത് 2 ഇടിയപ്പവും ചിക്കനും മട്ടനും ബീഫും ചെമ്മീനും എല്ലാം കൂടി ഒരു പ്ലേറ്റിൽ എടുത്തുട്ടാ. അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ടാമത് ഓർഡർ കൊടുത്ത സീ ഫുഡ് വീണ്ടും വന്നിട്ടാ. അപ്പൊ അതും ചൂടാകാതിരിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കഴിച്ചുട്ടാ. അതിന്റെ പുറകെ അലീസ വന്നു, അലീമു വന്നു, സൂപ്പ് വന്നു, പാവ് ബജി വന്നു, സുഷി വന്നു, അതുപോലെ തന്നെ കുറച്ച് ഡെസേർട്ടും കാര്യങ്ങളും കൂടി വന്നുട്ടാ. എന്നിട്ട് അതെല്ലാം കഴിച്ച് ഒന്ന് നൈസായിട്ടൊന്ന് ഇരുന്നിട്ടാ. അതും ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്താണ്ടോ നമ്മൾ ഇരുന്ന്. ഇനി ചുമ്മാ ഇരിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ പോയി കുറച്ച് നെയ്ച്ചോറും ഫിഷ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കുറച്ച് ചെമ്മീൻ കറിയൊക്കെ എടുത്തിട്ടാ. ചെമ്മീൻ കറി നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളി കോമ്പായാവുന്നിട്ടാ. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ചൈനീസും കൂടി കഴിച്ച് കുറച്ച് ഡെസേർട്ടും കൂടി കഴിച്ച് വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് ഒരു കുനാഫയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു 2 ടൈപ്പ് ഐസ്ക്രീമും ഉമ്മാലിയും ഒക്കെ കൂടി കഴിച്ച് അതെല്ലാം മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സെറ്റ് പാനിപ്പൂരിയും അതുപോലെ ഒരു ബക്ലാവയിൽ കുറച്ച് അടപ്രഥമനും കൂടി കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 ഉപ്പ് സോഡയും കൂടി ആഡ് ചെയ്തു കേട്ടോ. ഉപ്പ് സോഡയ്ക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ, അത് വേറെ കാര്യം. ഇനിയെങ്കിലും ഫുഡ് ആസ്വദിച്ച് കഴിക്കാന്ന് വിചാരിച്ച് മൊബൈലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ഒട്ടുമിക്ക ആൾക്കാരും പോയിട്ടോ. എങ്കിലും കുറച്ച് ഡെസേർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി കഴിച്ച് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അണ്ടിപ്പരിപ്പ് തീർന്നിട്ടോ. പിന്നെ കൈ കിട്ടിയ 2 ബദാമും കൂടി കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഷർട്ട് വീർത്തിരിക്കാൻ കാരണം ഷർട്ട് തയ്ച്ചതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കുന്നു. എന്തായാലും 2950 മുതലാക്കാൻ പറ്റൂല. പിന്നെ ഒരു ഗ്രാൻഡ് ഇഫ്താർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി മാരിയറ്റിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.